ആ ഒരൊറ്റ ഡേ എല്ലാം കൊണ്ടും എനിക്കിപ്പോൾ ഓർക്കാൻ ഇഷ്ടമല്ലാത്തൊരു ദിവസമായിട്ട് മാറ്റി തന്നു. എനിക്ക് ഉറപ്പുണ്ട് ആ വ്യക്തിക്ക് എന്നോട് ഇഷ്ടമുണ്ട്, ആ വ്യക്തിക്ക് എന്നെ വേണം. ചിലപ്പോൾ മാസങ്ങളായിട്ട് മാറി എന്നാലും എനിക്കൊരു വിഷയമില്ല, ബിക്കോസ് ഹി ലവ്സ് മീ. പക്ഷെ അതില്ലാതെ നമ്മൾ എത്ര നാൾ ജീവിക്കും? ആ തോന്നൽ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ കണ്ണാടി പോലും നോക്കാൻ ഇഷ്ടമല്ലാതിരുന്ന കുറേ ദിവസങ്ങളുണ്ട്. ബിക്കോസ് ലിറ്ററലി ഐ വാസ് അഗ്ലി, ഐ ഷുഡ് സേ. ഇങ്ങനെ ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കും. ഞാനേ അല്ല, വേറെ ആരോ, ഒരു വിരൂപത എന്ന് പറയാം, എന്താ വിരൂപം അങ്ങനെ പറയാം, അതായിരുന്നു എൻ്റെ ഒരവസ്ഥ. ചില സമയത്ത് വിഷമം ഉണ്ടാവും, ബിക്കോസ് നമ്മൾ ഒരുപാട് സ്നേഹിച്ചൊരു വ്യക്തിയാണ്, അദ്ദേഹം ഇനി നമ്മുടേതല്ല എന്നൊരു ചിന്ത വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി വിഷമം ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ കരയാറുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഐ എം നോട്ട് എ ഫൂൾ. ആ പെയിൻ അത് ഓക്കെയാണ്. എങ്ങനെയാ ഗൗരി അത് ആ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെ എത്തി? പൗർണമി തിങ്കളിലോ? യെസ്. പൗർണമി തിങ്കൾ ആക്ച്വലി വെരി ഫസ്റ്റ് അവരത് പ്ലാൻ ചെയ്യുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചിരുന്നു, അതിന്റെ റൈറ്റർ ഗണേഷ് ഏട്ടൻ. പക്ഷെ അത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് മാറി, വേറൊരാൾ വന്നു, സമൺ ഫ്രം തെലുങ്കു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഒരു കുട്ടി വന്നു, അപ്പോഴും അവർക്ക് ഓക്കെ ആയില്ല. ലാസ്റ്റ് ഒരു അവസാന ചാൻസ് എന്നുള്ള രീതിയിൽ അപ്പൊ എന്നെ വിളിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു റേറ്റിംഗ് ഡൗൺ ആണ്, മേ ബി 100 എപ്പിസോഡിൽ ഇത് എൻഡ് അപ്പ് ചെയ്യും, പക്ഷെ 70th എപ്പിസോഡിൽ ഞങ്ങൾ ഗൗരിയുടെ ഒരു എൻട്രി വെച്ചോട്ടെ, അല്ലെങ്കിൽ അങ്ങ് ചെയ്യാം, പക്ഷെ റേറ്റിംഗ് ഇല്ലെങ്കിൽ 100ൽ തീർക്കും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു ട്രൈ ആണ് ഞാൻ മൂന്നാമത്തെ ഒരു പൗർണമിയായിട്ട് അതിൽ എൻട്രി ആവുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അത് ഒരു ലൈക്ക് ഭയങ്കര റീച്ചും അങ്ങനെയുള്ള ആ പെയർ, ആ ക്യാരക്ടർ, ലൈക്ക് കുറെ ഐ തിങ്ക് പ്രൊഡ്യൂസറിനും ഒരുപാട് ലാഭമുണ്ടാക്കി സീരിയല്. പക്ഷെ അങ്ങനെ ഒരു മൂന്നാമത്തെ ഒരു റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴേ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഉള്ളില് സാധാരണ ഒരു സെറ്റിലേക്ക് ചെല്ലുന്നതിനെക്കാട്ടിലും റിസ്ക്കും ഒരു ചാലഞ്ചും കൂടുതലാണ്. രണ്ടുപേര് വന്നു ചെയ്തു, ഫെയിലിയർ ആയിട്ട് പോകുന്നതിനകത്തേക്ക് നമ്മളെ പ്ലേസ് ചെയ്യാന്ന് പറയുമ്പോഴത്തെ ആ ഒരു റിസ്ക്. പിന്നെ മാത്രമല്ല ഗൗരീനെ സംബന്ധിച്ച് ഒരുപാട് കുറെ സീരിയൽസോ വേറെ കുറെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളുമല്ല. അനിയത്തി ചെയ്തിട്ടുണ്ട്, എന്നാലും ഇത്രയും സോക്കോൾഡ് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാ ഗൗരി ഇത് ഹാൻഡിൽ ചെയ്തത്? അനിയത്തി ഞാൻ ചെയ്യുന്നത് കറക്റ്റ് എന്റെ 17 വയസ്സിലാണ്, 2014. അതെ. പക്ഷെ പിന്നീട് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു പൗർണമി തിങ്കൾ ഞാൻ ജോയിൻ ചെയ്യുന്നത് 2019 ഐ തിങ്ക്. പക്ഷെ അതുവരെ 19 ഇയേഴ്സില് 19 വയസ്സിലാണോ? അല്ലല്ല, 2014ലും 2019ലും അത്രയും ഗ്യാപ്പ് ഇല്ല. അപ്പോഴും ഒരു 5 കൊല്ലത്തെ വ്യത്യാസം. 2014 to 22 ആ ഒരു ഏജ്. അപ്പൊ അതുവരെ കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഒരു ഹൈപ്പ് എന്ന് പറയാനുള്ള, കൂടുതലും ഞാൻ അമൃതയിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ ലൈക്ക് ക്ലാസിക് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടല്ലോ, കൊമേഴ്ഷ്യൽസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ പൗർണമി തിങ്കൾ വന്നപ്പോഴത്തേക്കും ഒരുപാട് ഞാൻ റീതിങ്ക് ചെയ്തു. കാരണം 2 എണ്ണം ഫെയിലിയർ, പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുവോ ജനങ്ങള്. പക്ഷെ എന്തോ ഒരു പോയിന്റിൽ ഞാൻ ഭയങ്കര ഈശ്വര വിശ്വാസിയാണ്. അപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം ഇത് എന്നിലേക്ക് വന്നപ്പോൾ ഐ തോട്ട് എന്തെങ്കിലും കാണും. കാരണം ആ സമയത്തൊക്കെ ഞാൻ എല്ലാ ദിവസവും നിർമ്മാല്യത്തിന് പോയായിരുന്നു ശ്രീകണ്ഠേശ്വരത്ത്. അപ്പൊ ഞാൻ ഓർത്തു, അപ്പൊ ഞാൻ ഭഗവാനോട് ഞാൻ പറയുമായിരുന്നു എനിക്കൊരു ബെറ്റർ പ്രോജക്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഓർത്ത് ചിലപ്പോൾ 3 പ്രാവശ്യം വന്നപ്പോ ഇനി ഭഗവാൻ എനിക്ക് തരുന്നതാണോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ അങ്ങനെ ഒരു തോട്ട് വന്നത് കൊണ്ടാണ് ഞാൻ പൗർണമി തിങ്കൾ എടുക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞ പോലെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതും കൂടെ ഫ്ലോപ്പ് ആയാല് ലൈക്ക് അത് നമ്മളുടെ ഡെഫിനറ്റ്ലി കരിയറിനെ എഫക്ട് ചെയ്യും. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് ഭയങ്കര ഹിറ്റ് ആയിപ്പോയി. മടിച്ചാണ് ആ സെറ്റിലേക്ക് പോയിട്ടുണ്ടാവുക. എന്തായാലും ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അങ്ങ് ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങ് പോയി. പക്ഷെ ആ സെറ്റിൽ എത്തിക്കഴിഞ്ഞ് എത്ര ദിവസം കൊണ്ടാണ് ഗൗരിക്ക് സ്വയം ഓക്കെ ഞാൻ ഈ സെറ്റിൽ ഓക്കെയാണ്, അല്ലെ ഞാൻ ഇത് സെറ്റായി ഫുള്ളി ഒരു കോൺഫിഡൻസ് വരില്ലേ? അത് എത്ര ദിവസം കൊണ്ടാണ് ഗൗരിക്ക് ഗെയിൻ ചെയ്യാൻ പറ്റിയേ? ഞാനൊരു 3 days ഒക്കെ ആയപ്പം ഞാൻ ഓക്കെ ആയി. പക്ഷെ കോൺഫിഡൻസ് ലെവൽ എത്തിയത് അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് കിട്ടിയ റെസ്പോൺസ് കിട്ടി തുടങ്ങി. ഒരു 1.5-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഭയങ്കരമായിട്ട് കോമൻസിലൂടെയും അതായത് എന്താ പറയാ, നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ലെവലിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിൽ ലോട്ട് ഓഫ് മെസ്സേജസ് വരിക. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കോൾസ് ഒക്കെ വരുന്നത്. ഗേൾസ്
അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്ര അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടി. പിന്നെ അവരുടെ ആ ഒരു സ്നേഹവും ആ ഒരു ഇതും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഡെഫിനറ്റ്ലി ഫ്രം ഓഡിയൻസ് സൈഡ്. സ്റ്റിൽ ആ ഒരു എന്താ പറയാ, പൗർണമി എന്ന് എന്നെ വിളിക്കത്തുള്ളൂ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ക്യാരക്ടറിലൂടെ നമ്മളെ ആൾക്കാർ വിളിക്കുമ്പോ അതൊരു പ്രത്യേക അതിന്റെ സന്തോഷം. അതെ, പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആൾക്കാർ അതിൽ അത്രയും അവർ ആ ക്യാരക്ടറിനെ ഉള്ളിലേക്ക് എടുത്തു എന്നുള്ളതല്ലേ അതിനൊരർത്ഥം. ഇപ്പോഴും ഞാനൊരു സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് ഫോട്ടോ ഇട്ട ഗൗരി എന്നിട്ടല്ല ലവ് ചിഹ്നം കോമന്റിൽ വരുന്നത്, പൗർണമി എന്നിട്ടിട്ടാണ് ലവ് ചിഹ്നം വരുന്നത്. ഇത്ര നാളായിട്ടും സ്റ്റിൽ അല്ലേ. അത് കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു മിക്ക സീരിയൽ ആർട്ടിസ്റ്റുകളും മിക്കവർക്കും തന്നെ അവരുടേതായിട്ടുള്ള യൂട്യൂബ് ചാനൽസ് ഉണ്ടായിരുന്നു. അത് ഈ പാൻഡമിക്കിന് ശേഷം മിക്കവരും പിന്നെ അതങ്ങ് തുടങ്ങി. എല്ലാവർക്കും അവരവരുടെ മിക്കവരും പേഴ്സണൽ ലൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ആയിരിക്കാം. പക്ഷെ മിക്കവർക്കും ആർട്ടിസ്റ്റുകൾക്ക് ഒരു യൂട്യൂബ് അത് അവരുടെ ഒരു സ്റ്റേറ്റസ് സിംബൽ പോലെ എല്ലാവരും കൊണ്ടു നടന്നു. ഗൗരിയും അതെ ആ ഒരു സമയത്ത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. സോ ഗൗരിയുടെ ഇന്റൻഷൻ എന്തായിരുന്നു ആ സമയത്ത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ? ആക്ച്വലി അത് ഒരു ഡി സ്റ്റാർ എന്ന് പറയുന്ന ഒരു കമ്പനി ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തതാണ്, പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയതാണത്. കംപ്ലീറ്റ് എന്താ പറയാ, എനിക്കത് വേണം എന്ന് വെച്ച് തുടങ്ങിയോന്ന് ചോദിച്ചാൽ അല്ല. എനിക്ക് ആക്ടിങ്ങിൽ മാത്രമേ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ, ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പൊ എനിക്ക് പിന്നെ ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാനിങ്ങനെ. പക്ഷെ അതുകൊണ്ട് ജാടയായിട്ടല്ല, ഞാൻ ഭയങ്കര എനിക്കൊരു എന്തോ ഒരു ചമ്മൽ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. സ്റ്റിൽ ഐ ഹാവ് ദാറ്റ് പ്രോബ്ലം. ആണോ? ഞാൻ ഭയങ്കര സൈലന്റ് ആണ് പുറത്തു പോയാൽ. അയ്യോ, പക്ഷെ ഗൗരിയുടെ വീഡിയോ ഒന്നും കണ്ടോ തോന്നേ ഇല്ല കേട്ടോ. അത് എന്റെ ചേച്ചി പറയും, നീ ഇതെന്താ ഇത് ഇങ്ങനെ? ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല, അത് ഞാൻ അപ്പൊ വിചാരിക്കും ഞാൻ ആക്ടിങ് ആണെന്നങ്ങ് വിചാരിക്കാം, അങ്ങനെ വിചാരിക്കും. പക്ഷെ എന്നിട്ട് അവര് തന്നെ എന്റെ അടുത്ത് പറയും, ചേച്ചി ഇങ്ങനെ നിന്നാ പറ്റില്ല, എന്തെങ്കിലും സംസാരിക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവര്. ഞാൻ പക്ഷെ സംസാരിക്കില്ല. കുക്കിംഗ് ആണെങ്കിലും ഞാൻ ഗാർലിക് ഒക്കെ എടുത്ത് കാണിച്ചിട്ടിടും. അപ്പൊ അവര് പറയും, ചേച്ചി അത് പറ. ഓക്കെ പറയാം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു എഫേർട്ട് അതില് ഭീകരമായിട്ടുണ്ടായിരുന്നു, ആ ഒരു ടീമിന്റെ. അങ്ങനെയാണ്. പക്ഷെ ഐ ഗോട്ട് സോ മച്ച് ഓഫ് ഇൻകം, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വൺസ് അവരത് ഡ്രോപ്പ് ചെയ്തപ്പോ അതിന്റെ കൂട്ടത്തിൽ എന്റെ ചാനലും ഡ്രോപ്പായി. എനിക്ക് തോന്നുന്നു അത് എന്റെ ഈ പറഞ്ഞതുപോലെ ഒരു ഇഷ്യൂ ആയിരിക്കാം. പക്ഷെ ഇപ്പോഴും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, സെറ്റായി വരുന്നതേ ഉള്ളൂ. പക്ഷെ ചേഞ്ച് കാണുന്നുണ്ട് അല്ലേ? നേരത്തെക്കാട്ടിലും ഇപ്പൊ കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ആവാനും സംസാരിക്കാനും ഭീകരമായിട്ട്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊന്നും സ്റ്റിൽ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. ഈ ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, നീതു. എനിക്കൊന്ന് 3ാം ക്ലാസ് മുതൽ ഉള്ള ഒരേ ഒരാളാണ്. ഞാൻ അങ്ങനെ അധികം മിങ്കിൾ ചെയ്യത്തൊന്നുമില്ല. എന്റെ ടീച്ചേഴ്സൊക്കെ എന്റെ സിസ്റ്ററിനോട് കാണുമ്പോൾ ചോദിക്കുക, ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൗരിയാണോ അത് ആക്ട് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നമുള്ള ഒരാളാണ്. സിസ്റ്റർ എങ്ങനെയാണ്? നേരെ ഓപ്പോസിറ്റ് ആണ്. ആണോ? ഷീ ഈസ് വെരി ആക്റ്റീവ് ആൻഡ് സ്മാർട്ട്. നിങ്ങൾ ഒരേ സ്കൂളിലാണോ പഠിച്ചത്? അപ്പൊ നേരെ ഡിഫറെന്റ് ആയിട്ടുള്ള ചേച്ചി അനിയത്തിയും. ചേച്ചി കലാതിലകമായിരുന്നു. അങ്ങനെ ഭയങ്കര ഷീ ഈസ് വെരി ടാലന്റഡ്. പക്ഷെ ഞാൻ ഒന്നിനും കേർത്തു പോലും ഇല്ല. സ്കൂളിൽ ഒന്നിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഡാൻസ് ഭയങ്കര ഇഷ്ടം, അത് സിനിമാറ്റിക്, അതിന് കേറും. അല്ലാതെ ഒരു ഇലക്യൂഷനോ റെസിറ്റേഷനോ ലൈറ്റ് സിംഗിൾ പെർഫോമൻസ് ഒന്നുമില്ല. വിറക്കും. ഫസ്റ്റ് ആയിട്ട് ഞാൻ കയറിയത് 3ാം ക്ലാസ്സിൽ ബില്ലാതനായിട്ടാണ്, ഫാൻസി ഡ്രസ്സിന്. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഡേ. ഞാൻ കരഞ്ഞോണ്ടാണ്. എനിക്ക് ആദ്യമായിട്ടായിരിക്കും ബില്ലാതന ഇത്ര ദയനീയ അവസ്ഥയിൽ ഒരാൾക്കാർ കാണുന്നത്. എനിക്കത് ഭയങ്കര പ്രശ്നമാണ്, ഒറ്റയ്ക്ക് കയറുക. ഡാൻസ് കളിക്കാൻ എനിക്ക് പ്രശ്നമില്ല, അതേ കോൺഫിഡൻസ് എനിക്ക് ആക്ടിങ്ങിലുണ്ട്. പക്ഷെ പാട്ട് പാടാൻ ഇപ്പൊ ചേച്ചിയൊക്കെ പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആൾക്കാരില്ല ലൈറ്റ് മ്യൂസിക്കിനും ക്ലാസിക്കലിനും ഒക്കെ പോകാൻ. അപ്പൊ ഇത് കറക്റ്റ്ലി എന്റെ തലയിലേക്ക് വന്നു. അതെ, എല്ലാവരും ആ ഒരു എക്സ്പെക്ടേഷനില്. പക്ഷെ ഞാൻ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്, അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് പാടാൻ പറ്റില്ല. പക്ഷെ ഞാൻ ലൈക്ക് ഐ വാസ് ഫോഴ്സ് ടു ഡു സോ. ഞാൻ ഹാപ്പി ആയിട്ടല്ല, ഭയങ്കര അത് തീർന്നു കഴിയുമ്പോൾ ഞാൻ ഇറങ്ങി ഓടും. അങ്ങനത്തെ ഒരു ഇതാണ്. സ്റ്റില്ലാണ്. എനിക്ക് ഇപ്പൊ കുറെ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഒരു പ്രോഗ്രാമിന് പോയാൽ ഞാനായിരിക്കും അവിടെ ഏറ്റവും ബാക്കിലേക്ക് നിൽക്കുക. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത്രയും ദിവസം വീഡിയോയിലൊക്കെ കണ്ടിരുന്ന ആൾ ഇങ്ങനത്തെ ഇത്രയ്ക്ക് ഒരു ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരി, അത് സ്കൂൾ ഡേയ്സിൽ അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഓക്കെ +1 +2 വന്നു, ദെൻ കോളേജ് ലൈഫിലേക്ക് എത്തി. അന്നേരത്തേക്ക് പക്ഷേ ലൈഫ് ഇല്ല, ഉണ്ടായിട്ടില്ല. അത് അന്നേരത്തേക്ക് അനിയത്തിയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പം ഈ മീഡിയ, ആർട്ട് അല്ലെങ്കിൽ അഭിനയം, ഇങ്ങനെ ഒരു വ്യക്തിനെ എങ്ങനെയാ അഭിനയം അപ്പൊ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുത്തിയതും അങ്ങോട്ട് അട്രാക്ട് ചെയ്യിപ്പിച്ചതും? ആക്ച്വലി അനിയത്തിയിലേക്ക് വരുന്നത് പോലും ഭയങ്കര ആക്സിഡന്റലി ആണ് വരുന്നത്. ഞാനും ചേച്ചിയും കൂടെ ആണ് പോയത്. ചേച്ചിക്കും ഇതൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പം കിഷോർ സത്യചേട്ടൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പുതിയൊരു കുട്ടിയെ നോക്കുന്നത്, അപ്പൊ പിള്ളേരെ ഒന്ന് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനും പോയി. എനിക്ക് ഡെഫിനറ്റ്ലി അറിയാം എന്നെ അവരെന്തായാലും എടുക്കൂല.
അപ്പം ചേച്ചി സ്മാർട്ടാണ്. പക്ഷെ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഒരു സീൻ ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛൻ മരിച്ചു പോകുന്നു എന്ന് അറിയുന്ന ഒരു സീൻ എങ്ങനെ ചെയ്യാം. ഞാനാണെങ്കിൽ ദൈവമേ ഇത് എങ്ങനെ ഇറങ്ങി ഓടണോ നിക്കണോ ആകെ കൺഫ്യൂഷൻ. പിന്നെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു പോയിന്റ് വെച്ചാൽ ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തിട്ട് പോയവരെന്നെ വിടുമല്ലോ, ഇവിടെ ഇങ്ങനെ നിക്കണ്ടല്ലോ. അങ്ങനെ ഞാനത് ചെയ്തു. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് എല്ലാരും കുറച്ചു നേരം സൈലന്റ് ആയിട്ട് പെട്ടെന്ന് ആ 1 ലൈൻ കൊണ്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് ഗണേശൻ എൻ്റെ അടുത്ത് പറഞ്ഞത് നീയാണ് എൻ്റെ ഗൗരി. അതിനകത്ത് ക്യാരക്ടറിന്റെ പേര് ഗൗരിയാണ്. അപ്പൊ ഞാനിങ്ങനെ അയ്യോ എൻ്റെ ദൈവം ഞാൻ ഇതെങ്ങനെ ചെയ്യും, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണ് ആക്ടിങ്ങിൽ വരുന്നത്. പക്ഷെ എനിക്കറിയില്ല, ആ ഒരു ആക്ഷൻ പറയുന്ന സമയത്ത് എന്തോ സംതിങ് എനിക്ക് പറ്റും. അത് കഴിഞ്ഞ് കഴിയുമ്പോ ബാക്ക് ടു റിയൽ ഗൗരി. ആ ഒരു ആക്ഷന്റെയും കട്ടിന്റെ ഇടയ്ക്ക് എനിക്ക് അറിയില്ല, എനിക്ക് ഭഗവാൻ എന്നെ കൈപിടിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നും. കാരണം അല്ലെങ്കിൽ ഞാനത് അങ്ങനെ ചെയ്യുമെന്ന് എനിക്കും അറിയില്ല. അപ്പൊ പക്ഷെ ഇത്രയും ആൾക്കാർ, കാരണം ആക്ട് ചെയ്യാന്ന് പറയുമ്പോ ചുറ്റുവട്ടം നമ്മൾ ഒരുപാട് കേൾക്കുന്നല്ലോ ഫുൾ ആൾക്കാർ ഇങ്ങനെ കാണാനുണ്ടാവും, ടെക്നീഷ്യൻസ് ഉണ്ടാവും, ഇതിന്റെ ആൾക്കാരുണ്ടാവും. ഇങ്ങനെയെല്ലാം ഒരു ടീമിന്റെ മുമ്പിലാണ് നിങ്ങൾ ദേഷ്യവും കരച്ചിലും എല്ലാ അതെ അതെ. ഇമോഷൻസും ഇതെല്ലാം നിങ്ങൾ വെന്റ് ഔട്ട് ചെയ്യുന്നതും ഈ അഭിനയിക്കുന്നതൊക്കെ. സോ ആ പ്രോസസ് ഒക്കെ എങ്ങനെയാ ഗൗരി? എനിക്ക് അതാ ഞാൻ പറഞ്ഞത്, അതെനിക്ക് ഇപ്പോഴും എനിക്ക് മിറക്കിളാണ്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. സ്റ്റിൽ ഞാൻ രാത്രി കിടക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഭഗവാനെ ഞാൻ എങ്ങനെയാ അത് ചെയ്യുന്നത്. ചെയ്തത്? സ്റ്റിൽ സിത്താര ചെയ്യുന്ന സമയത്ത് ഇപ്പൊ 4 ഇയേഴ്സ് കഴിഞ്ഞു. എനിക്കൊരു ചെറിയ കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു അപ്പൊ ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ. ബട്ട് സ്റ്റിൽ ഐ ഡിഡ് ദാറ്റ്. അപ്പോഴും ഞാൻ രാത്രി വന്ന് കിടന്നത്, ഭഗവാനെ ഞാനത് എങ്ങനെയാ അത് ചെയ്തത്. ആ ഒരു ആക്ഷൻ കഴിയുമ്പം എന്തോ എനിക്ക് എന്തോ ഒരു ഇവിടുന്ന് ഒരു somebody is മാജിക്കൽ protecting ആയിട്ടുള്ള me. ഒരു അതെനിക്ക് കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഡിസംബറിലെ ആകാശം ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ സെറ്റിൽ മിണ്ടാതെ മാറി എവിടെയെങ്കിലും മൂലക്കായിരിക്കും ഇരിക്കുക, കാരണം അറ്റൻഷൻ എങ്ങനെ കുറയ്ക്കാവോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതല്ലപ്പോ അതിന്റെ പ്രൊഡ്യൂസർ ഡയറക്ടറോട് പറഞ്ഞു, ഈ കുട്ടിയെ കൊണ്ട് ഇത് നടക്കുവോ, ഈ കുട്ടി ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഡയറക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല, ആക്ഷൻ പറയുമ്പോ ഇയാളല്ല. ഈവൻ അവർക്കും മനസ്സിലായി, കാരണം ബാക്കി എല്ലാരും നല്ല ആക്റ്റീവ് ആൻഡ് സ്മാർട്ട് ആയിട്ടല്ലേ നിക്കുക. പക്ഷെ എന്തോ ഒരു അപ്പൊ ഇതിന്റെ ഡയലോഗ്സ് ഒക്കെ കിട്ടും നേരത്തെ തന്നെ മാക്സിമം ചോദിച്ചു വാങ്ങിച്ച് പഠിക്കാൻ നോക്കോ? ഇല്ല ഇല്ല ഇല്ല. അതും ഓൺ ദ സ്പോട്ട് പ്രോംപ്റ്റ് ചെയ്യുമ്പോ ഞാൻ പറയും, അത്രേ ഉള്ളൂ? ഉള്ളൂ. വാവ്. എന്നിട്ട് ഓർക്കുന്നുണ്ടോ ഫസ്റ്റ് ടേക്ക് എത്ര തവണ പോയിട്ടുണ്ടാവും? ഒറ്റ ടേക്കാ. ഞാൻ തള്ളുന്നതല്ല കേട്ടോ, സീരിയസ്ലി ഒറ്റ ടേക്ക്. ഞാൻ തന്നെ ഓക്കെയാണോ ഇത്ര പെട്ടെന്നോ? അങ്ങനെ ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു സീനില് അന്ന് തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷൂട്ടിന് ഇങ്ങനെ എനിക്ക് മീരയുടെ കൂടെയായിരുന്നു, മീര മുരളീധരൻ. അപ്പൊ അന്ന് അവള് ഭയങ്കര വലിയ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ പക്ഷെ അവള് ഒരുപാട് എന്നെ ഹെൽപ്പ്, കാരണം ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിരുന്നു, ലൈക്ക് മൈ ഓൺ സിസ്റ്റർ ഐ ഫെൽറ്റ്. അപ്പൊ ഇങ്ങനെ അവളുടെ കൂടെ ഇങ്ങനെ ചാടി കട്ടിലൊക്കെ ഇരുന്ന് ഭയങ്കര സ്മാർട്ടായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ ഫസ്റ്റ് ടേക്കിൽ അത് ഓക്കെ. അപ്പൊ ഞാൻ പിന്നെ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പക്ഷെ അവർക്കത് ഓക്കെ ആയിരുന്നു. പക്ഷെ അന്ന് രാത്രി തന്നെ ഇങ്ങനെ അച്ഛൻ കൊല്ലാൻ നമ്മളെ ശ്രമിക്കുന്ന ഒരു ഷോട്ട് കഴിഞ്ഞ് ഇറങ്ങി ഓടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ഹെവിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാരും കൈയടിച്ചു. ആ കയ്യടിയിൽ എനിക്ക് എന്തോ ഒരു ഞങ്ങൾക്ക് ദൈവമേ മേ ബി ഐ എം ബോൺ ഫോർ ദിസ്, അങ്ങനെ ഒരു തോട്ട് എനിക്ക് വന്നു. അപ്പൊ ഈ ആക്ടിങ്ങിനോടുള്ള ഒരു പാഷൻ, ഇഷ്ടം അതെങ്ങനെയാ തോന്നി തുടങ്ങിയത്? എങ്ങനെ അഭിനയിച്ചാണ് ഫസ്റ്റ് വരെ. അല്ലാതെ തുടക്കത്തിൽ അങ്ങനെ താല്പര്യത്തോടെ ഒന്നും വന്നതേ അല്ല? അല്ല. വൺസ് എനിക്ക് അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോ മൂന്നാമത്തെ സീരിയലില് ഐ ഗോട്ട് സ്റ്റേറ്റ് അവാർഡ്, നിലാവ് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു. ആ ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് എനിക്ക് എല്ലാവർക്കും സന്തോഷം തോന്നുന്ന ഒരു മൊമെന്റ്. പക്ഷെ എവിടെയോ എനിക്കൊരു റിഗ്രറ്റ് തോന്നി, ഭഗവാനെ ആം ഐ ഡിസേർവിങ് ദിസ് എന്ന്. കാരണം ഞാൻ അത്ര ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്കത് ഭയങ്കര ലൈക്ക് മൈ ഓൺ ബ്ലഡ്, എന്റെ ബ്ലഡിന് തുല്യമാണ് ആക്ടിങ്. ഒരു പക്ഷെ ഇതിനെ കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടു തുടങ്ങിയതും അല്ലെ അതിന് ശേഷമായിരിക്കണം. ഇപ്പൊ ചേച്ചിയായിട്ട് ഫസ്റ്റ് പോയി എന്ന് പറഞ്ഞല്ലോ അനിയത്തിയുടെ ഇതിനു വേണ്ടിട്ട്, അവിടെ ചേച്ചി പ്രതീക്ഷിച്ചിരുന്നത് ചേച്ചി ഇന്നാവും ഗൗരി ഔട്ട് ആവും? അല്ല, അവർ ഓൾറെഡി എന്നെ തന്നെയാ ചോദിച്ചിരുന്നത്. ആണോ? അപ്പിയറൻസ് വൈസ് എന്നെ തന്നെയാ ചോദിച്ചത്. പക്ഷെ അവിടെ എന്നാലും ലക്ഷ്മിയും അവിടെ ചെയ്തിരുന്നില്ലേ? ഇല്ല, ചെയ്തില്ല. അവർക്ക് ഞാൻ ഓക്കെ ആയി. അപ്പൊ അവിടെ ലക്ഷ്മിക്ക് ഒരു റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, നേരെ ഗൗരി തന്നെ അവിടെ ഇന്നാവുമായിരുന്നു. ഓക്കെ. അതിനുശേഷം ഇപ്പൊ ടിൽ ഡേറ്റ് ഇപ്പൊ വന്ന് നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സീൻ പല തവണ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ തെറ്റിച്ചത് കൊണ്ട് ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, ദൈവം സഹായിച്ച് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ചിലടത്ത് പറയും ചില ആൾക്കാരെ ഗൗരി കുറച്ചും കൂടെ പൊടിക്കൊന്നത് കൂട്ടി തരുമോന്ന് ചോദിച്ചാൽ അത് പോയിട്ട് ചെയ്യും. അതിൽ തന്നെ ഏത് ഇമോഷൻ ചെയ്യാൻ അപ്പൊ ഏറ്റവും ഈസിയും അതുപോലെ ഏറ്റവും ഡിഫിക്കൽട്ടും?
ഏറ്റവും ഈസി എനിക്ക് കരയാൻ ഈസിയാണ്, ദേഷ്യപ്പെടാൻ ഈസിയാണ്. ഏറ്റവും പാട് റൊമാൻസ് ചെയ്യാൻ. അത് ചമ്മൽ തോന്നിയിട്ടാണോ? ആ ആണോ? മേബി ഒന്നാമത് ഞാൻ പറയാം ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്. നോർമലി ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കത്ത് പോലും ഇല്ല. ഈവൻ ഫ്രണ്ട്സിന്റെ പ്രണയങ്ങളിൽ പോലും ഞാൻ ഇടപെടാറില്ല. ഓ, അപ്പൊ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ചമ്മലാണ്. അവിടെ ഫോഴ്സ് ചെയ്ത് അഭിനയിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഞാൻ ആകെപ്പാടെ റൊമാൻസ് പൗർണമിത്യങ്ങളാണെങ്കിൽ എക്സ്ട്രീം റൊമാൻസ് ആയിരുന്നു ഞങ്ങളുടെ. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്യൂ ഉണ്ട്. കഷ്ടപ്പെട്ട് അഭിനയിക്കേണ്ടി വന്നു. പിന്നെ ഞാനത് കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്ന് ഓരോ റിയാക്ഷൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തു ഞാൻ. അങ്ങനെയാണ്. അത് മാത്രം നാച്ചുറലി വരുന്നില്ല. ഓക്കെ, കൂൾ. അപ്പം അങ്ങനെ ഇപ്പൊ ആ പൗർണമി തിങ്കൾ വന്നോടെയാണോ അപ്പൊ ശരിക്കും ഗൗരിക്കും കാണുമല്ലോ ഓരോ എപ്പിസോഡ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ, സോ ഒരു സെൽഫ് ആയിട്ട് അനലൈസ് ചെയ്യുമല്ലോ. ഓക്കെ, ടിക്ക്, എന്റെ അഭിനയം കൊള്ളാം, ഈ പാട്ട് കൊള്ളാം എന്ന് സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ട് നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജും നമ്മുടെ ആക്ടിങ്ങും ഇതൊക്കെ ഒരു നമ്മൾ തന്നെ നമ്മളെ ജഡ്ജ് ചെയ്യല്ലേ? അത് അനിയത്തിയിൽ തന്നെ തോന്നിയോ? ഇല്ല. അനിയത്തിയൊക്കെ ഇപ്പൊ നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് അയ്യോ ഞാൻ ഇങ്ങനെയാണോ ചെയ്തേ എന്ന് എനിക്ക് തോന്നും. അന്ന് അവർക്കത് ഓക്കെ ആയിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോഴും ഇന്ന് ഞാൻ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ എനിക്ക് കയ്യടി കിട്ടിയ ഒരു സീൻ വീണ്ടും ഞാൻ കാണുവാണെങ്കിൽ എനിക്ക് അതില് ഒട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആവത്തില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവരുത്. എന്നാലല്ലേ നമുക്ക് വീണ്ടും ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഇത്. പക്ഷെ ഞാൻ പൊതുവെ എന്റെ സീരിയൽസ് സീൻസും കാണത്തില്ല. ഞാൻ കാണാറില്ല. ഈവൻ മോണിറ്ററിൽ പോലും എല്ലാരും ആക്ട് ചെയ്ത് കഴിഞ്ഞ് റീപ്ലേ ചെയ്ത് നോക്കും. പക്ഷെ ഞാൻ നോക്കാറില്ല. ഓക്കെ, അത് മിക്കവരും മോണിറ്റർ കാണില്ല. പക്ഷെ എന്നാലും മൊബൈലിലോ ടിവിയിലോ, കാരണം നമുക്ക് കുറച്ചും കൂടി ഒരു ഇംപ്രൂവ്മെന്റ് എങ്ങനെ വേണം. പക്ഷെ ഞാൻ കാണാറില്ല. എന്തെങ്കിലും സ്പെഷ്യൽ സീൻസ് ഒക്കെ വന്നാ അത് ഞാൻ എങ്ങനെ ചെയ്തു എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും. അല്ലാതെ ഞാൻ ഇരുന്ന് കാണത്തില്ല. അതെന്തുകൊണ്ടാ കാണാത്തെ? എനിക്കറിയാൻ പാടില്ല. അപ്പൊ അവിടെ അമ്മ കാണാറുണ്ടോ? അല്ലെ ചേച്ചി കാണാറുണ്ടോ? അച്ഛനാണോ? ഓ, അപ്പൊ ചേച്ചി ക്രിട്ടിസൈസ് ചെയ്യും, അച്ഛൻ ക്രിട്ടിസൈസ് ചെയ്യും, കറക്റ്റ് ആയിട്ട് പറയും. അപ്പൊ അത് മാത്രമേ നോക്കാറുള്ളൂ, സെൽഫ് ജഡ്ജ്മെന്റ് ഒരിക്കലും ചെയ്യാറില്ല. ഇല്ല. ഓക്കേ. പക്ഷെ ചിലപ്പോ പറയില്ലേ, നമ്മൾ തന്നെ നമ്മുടെ ഇത് കാണുമ്പോഴാണ് കറക്റ്റ് എന്ന് തോന്നുന്നത്. ഞാൻ ചെയ്യുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് കുറച്ചും കൂടെ ഇംപ്രൂവൈസ് ചെയ്യാം ഏതെങ്കിലും ഏരിയ. നമ്മുടെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്തതെല്ലാം പെർഫെക്റ്റ് ആണ്, പക്ഷെ അത് വിഷ്വലി നമ്മൾ ഇങ്ങനെ മോണിറ്ററിൽ കാണുമ്പോഴായിരിക്കും അല്ലെ ടിവിയിൽ കാണുമ്പോഴായിരിക്കും ഓ ഞാൻ നിന്ന ആംഗിൾ ശരിയല്ലല്ലോ, എന്റെ ഞാൻ എന്റെ കൊടുത്ത ഒരു ഔട്ട് കറക്റ്റ് അല്ല, അത് ഇങ്ങനെ കൊടുക്കാമായിരുന്നു, സോ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പലരും തിരുത്തൽ നടത്തുന്നത് ഇങ്ങനെ സെൽഫ് ജഡ്ജ്മെന്റ് വന്നു കഴിയുമ്പോഴാണ്. പക്ഷെ വിചാരിക്കുന്നത് ഡയറക്ടറിന് എന്താണോ ഓക്കെ അത് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്തം എന്ന് ഞാൻ ഇപ്പൊ ദേ സെഡ് ഓക്കെ, അപ്പൊ ഓക്കെ. ചില സീൻസിൽ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ നോക്കിയില്ലെങ്കിലും എനിക്ക് ഇങ്ങനെ ഡൗട്ട്, അയ്യോ നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ സാർ അത് ഓക്കെ പറയുവാണെങ്കിൽ പിന്നെ ഞാൻ അത് ചോദിക്കാൻ പോകത്തില്ല. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പൊ ഡയറക്ടേഴ്സ് ആക്ടറായിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോഴും അച്ഛനാണോ എല്ലാ സീരിയൽസും ഓരോന്നും കണ്ടിട്ട് എല്ലാം കണ്ടിട്ട് കറക്റ്റ് ആയിട്ട് പറയും. അത് ശരിയായില്ലെങ്കിൽ ശരിയായില്ല എന്ന് തന്നെ കറക്റ്റ് ആയിട്ട് അവിടെ പറയും. ഓക്കെ, ഇനി ഈ ഒരു സമയത്ത് യൂട്യൂബും സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു സമയത്ത് ഇങ്ങനെ എന്താ പറയാ, ക്യാരക്ടറിന് നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒറിജിനൽ ഏജ് 22 ആയിരിക്കും, പക്ഷെ ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ 27 ഉണ്ട്. അത്ര ആയിരുന്നു, 27 ആയിരുന്നു അല്ലേ? എന്നാലും മെച്ചുവർഡ് ക്യാരക്ടർ ആയിരുന്നു. ഓക്കെ, അപ്പൊ ആ ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ ഉള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തൊക്കെയാ ചെയ്തത് ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട്? ഞാൻ അങ്ങനെ ഒന്നും വേറെ ആ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അതേപോലത്തെ നമ്മുടെ തന്നെ ലൈഫിൽ നമ്മൾ കണ്ടുപോയിട്ടുള്ള ആരെങ്കിലും ശ്രദ്ധിക്കോ? ഞാൻ ഒബ്സർവേഷൻ എപ്പോഴും ഉണ്ട്. ഇപ്പം അതിൽ പ്രഗ്നൻസി പീരീഡിൽ പോലും ഞാനപ്പം ഒരു പ്രഗ്നന്റ് ലേഡി എങ്ങനെ നടക്കും, അത് അതിന് വേണ്ടിയിട്ടല്ല. ഞാനിപ്പോ വെറുതെ ഇപ്പോഴാണെങ്കിൽ ചേച്ചിയുടെ ആക്ഷൻസും ഒക്കെ ഞാൻ ഒബ്സർവ് ചെയ്യും. അപ്പൊ ഇതെനിക്ക് എപ്പോഴെങ്കിലും ഉപകരിക്കും. അങ്ങനെ ഞാൻ ഹൈലി ഒബ്സർവിംഗ് ഒരാളാണ്. ഓക്കെ ഓക്കെ, അപ്പൊ അത് മനസ്സിൽ വെക്കും, എന്നിട്ട് അത് ക്യാരക്ടറിലേക്ക് കൊണ്ട് ഓക്കെ, മനസ്സിലായി. പിന്നെ ഉള്ളിൽ അറിയാണ്ട് ഞാൻ അതിലേക്ക് ആകും. അതൊരു ഇതാണ്. ഞാൻ ലൈക്ക് ഇപ്പൊ ഒരു 15th ഞാൻ അവിടെ ജോയിൻ ചെയ്താ പിന്നെ 31st വീട്ടിൽ പോകുന്ന വഴിക്കേ ഞാൻ ഗൗരി ആവത്തുള്ളൂ. ഓ, അതുവരെ ആ ക്യാരക്ടറിലാണ് നിൽക്കുക. അങ്ങനെ ഒരു പ്രശ്നം. പക്ഷെ അത് റൈറ്റ് വേ അല്ല, കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അത്. പക്ഷെ ഞാൻ ആ ഒരു 15 days ഞാൻ അതിന്റെ മാനേഴ്സംസ് എനിക്ക് അത് കാണും.
അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ വീട്ടിൽ പാക്കപ്പ് പറഞ്ഞ ഓൺ ദ വേ ആ പാട്ട് കേട്ട് ഡ്രൈവ് പോകുന്ന സമയത്ത് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടോ? വീട്ടിൽ കയറുമ്പോ എന്തായാലും ഗൗരി തന്നെയാണ്. ആണ്. ഓക്കെ, ആ സെറ്റിലെ ആ ക്യാരക്ടറായിട്ട് നടക്കുന്നുള്ളൂ. ഈവൻ പോസ്റ്റർ പോലും ഞാൻ ശ്രദ്ധിക്കും. ഞാൻ നോർമലി ഇരിക്കുന്നത് ഇങ്ങനെ വാല പോലെയൊക്കെ ഇരിക്കും. പക്ഷെ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് അങ്ങനെ നിൽക്കും. അതോ അറിയാണ്ട് സംഭവിക്കുന്നതാ. ആരെങ്കിലും അപ്പൊ ഗൗരി എന്ന് വിളിച്ചാൽ വിളി കേൾക്കാതെ അത് കേൾക്കും. ഇല്ല അത് കേൾക്കാറുണ്ട്. ഓക്കെ, പൗർണമി എന്നുള്ള വിളിക്ക് മാത്രമല്ല സെറ്റിൽ എല്ലാരും പൗർണമി വിളിച്ചോണ്ട് എന്നെ ആരും ഗൗരി എന്ന് വിളിക്കാറില്ല. അത് പൊതുവെ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആ ക്യാരക്ടർ തന്നെ അങ്ങ് ആയിട്ട് തന്നെ നിൽക്കാൻ അത് ശരിക്കും ഹെൽപ്പ് ചെയ്യും അല്ലെ. നമ്മുടെ അച്ഛനമ്മമാര് അല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള നമ്മളെക്കാളും എൽഡേഴ്സ് ആയിട്ടുള്ള പീപ്പിൾ പറയും, നമ്മളെല്ലാം നമ്മുടെ തന്നെ വരച്ച ട്രാക്കിലൂടെ നിൽക്കണമെന്ന്. വാശി പിടിക്കരുത്. ലൈഫാണ്. 2 വീട്ടിൽ നിന്നും 2 അന്തരീക്ഷത്തിൽ വളർന്നു വന്ന വ്യക്തികൾ ഒരുമിക്കുകയാണ്. സോ അവിടെ ഒരു ട്രൂ ലവ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കുറച്ചൊക്കെ നമ്മൾ നല്ല രീതിയിൽ പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല ഒരു അഡ്ജസ്റ്റ്മെന്റ്, അണ്ടർസ്റ്റാൻഡിങ് അത് വേണം. അഡ്ജസ്റ്റ്മെന്റ് ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ടാമത് പറഞ്ഞത് കറക്റ്റ്. അണ്ടർസ്റ്റാൻഡിങ് വ്യക്തമാണ്. അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നമുക്കുണ്ടാകും. ചില സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അവിടെ ബേസ് ആയിട്ടൊരു സാധനം വേണം, ലവ്. അതില്ലെങ്കിൽ ഇതൊന്നും പോസിബിൾ അല്ല, കാര്യമില്ല. ഇല്ല. ലവ് ഷുഡ് ബി ദെയർ. അത് നമുക്ക് ഫീൽ ചെയ്യാം. അതാരും കാണിക്കേണ്ടതല്ല. ഈ ഒരു സാധനം മാത്രം നമുക്കത് മനസ്സിലാകും. വി ക്യാൻ ഫീൽ ഇറ്റ്. അതില്ലാത്തടത്ത് ഈ പറയുന്നതൊന്നും എത്ര അണ്ടർസ്റ്റാൻഡ് ചെയ്താലും എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഒരു ലവ് ഉള്ളടത്ത് ഈ പറയുന്നത് എല്ലാം കറക്റ്റ് ആണ്. നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ നിൽക്കണം. സ്റ്റിൽ ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ട്, അദ്ദേഹം നിന്നിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ബേസിക് ആയിട്ട് ലവ് വേണം. അതില്ലാതെ അത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇല്ലാന്ന് ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നില്ല. എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഫീൽ ചെയ്യണമല്ലോ അത്, അല്ലേ? അത് ഇല്ല. നമുക്കത് ഫീൽ ചെയ്യുന്നില്ലാത്തടത്തോളം കാലം അവിടെ ഉണ്ടെന്ന് മറ്റാള് പറഞ്ഞാലും ചിലര് പറയും എന്റെ ഉള്ളിലെല്ലാം ഉണ്ട്. എന്ത് കാര്യം ഉള്ളിൽ പൂട്ടിക്കെട്ടി വെക്കേണ്ട സാധനം അല്ലല്ലോ ഈ സ്നേഹം എന്ന് പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ലവ് ഷുഡ് ബി എക്സ്പ്രസ്ഡ്. നോട്ട് ഓൾവേസ് അറ്റ്ലെ പോലും അറ്റ് ടൈംസ് എങ്കിലും, അല്ലേ? ഇപ്പൊ നമുക്ക് എനിക്ക് ഉറപ്പുണ്ട് ആ വ്യക്തിക്ക് എന്നോട് ഇഷ്ടമുണ്ട്, ആ വ്യക്തിക്ക് എന്നെ വേണം. ചിലപ്പോ മാസങ്ങളായിട്ട് മാറി എന്നാലും എനിക്കൊരു വിഷയമില്ല. ബിക്കോസ് ഹി ലവ്സ് മീ. പക്ഷെ അതില്ലാതെ നമ്മൾ എത്ര നാൾ ജീവിക്കും? ആ തോന്നൽ എനിക്ക് കിട്ടുന്നില്ല. നമ്മൾ എല്ലാത്തിനും എല്ലാം നമ്മൾ ചോദിച്ചു വാങ്ങിക്കാം. പക്ഷെ ഈ സ്നേഹത്തിന് ബെഗ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മോശമാണ്. അത് ഞാൻ സ്ത്രീകളെ മാത്രമല്ല, എത്രയോ ആണുങ്ങൾ അങ്ങനെയാണ്. ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല. ഇത് ഞാൻ ജെൻഡർ ബേസ് ചെയ്ത് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ ലവിന് ബെഗ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ ദാറ്റ് റിലേഷൻഷിപ്പ് ഈസ് ഡെഡ്. വളരെ പത്തറ്റിക് സിറ്റുവേഷൻ ആണ്. ഇതില് ഗൗരി ഗോത്രൂ ചെയ്തൊരു സ്റ്റേജ് ഉണ്ട്, 2.5 വർഷത്തോളം എന്ന് പറഞ്ഞിട്ട്. ആ 2.5 വർഷവും റൂമിനകത്ത് പറഞ്ഞില്ലേ ഇപ്പൊ കുറച്ച് മുന്നേ ബ്രഷ് ചെയ്യുക, ഇരിക്കുക, ഇത് മാത്രമാണ്. എങ്ങനെ ഈ 2.5 വർഷത്തിൽ നിന്നും ആ ഓരോ ദിവസങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്നും എടുത്ത് ഒരു ഓക്കെ എനിക്കിനി മാറണം എന്നൊരു തോന്നിയൊരു മൊമെന്റ് ഉണ്ടല്ലോ, ആ ഒരു ഫേസ്. കാരണം ഇന്നിപ്പം ഇതിനോട് കൂടെ തന്നെ ഗൗരി പറയുകയും ചെയ്യുന്നുണ്ട്, ഇന്നിപ്പോ പല സ്ത്രീകളും ഉണ്ട് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സോ നമുക്കൊരു അവരെ മോട്ടിവേഷൻ എന്ന് പറയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കഥയിൽ നിന്നും ഇൻസ്പയർ ചെയ്യുന്നത് എങ്ങനെ ആവണം എന്നാണ് ഗൗരി പറയണത്? ഒരു സ്ത്രീ എങ്ങനെ ഒരു സ്റ്റെപ്പ് അവിടെ എടുക്കണം? എങ്ങനെ എടുക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് റിയലൈസ് ചെയ്തൊരു മൊമെന്റ് ഉണ്ട്. അതായത് നമ്മളുടെ ആ ഒരു പ്രസൻസ്, നമുക്ക് ആ സ്നേഹം വേണം എന്ന് തോന്നുന്നത്, ഇതൊക്കെ മറ്റൊരാൾക്ക് പ്രശ്നമാകുന്നു എന്ന് മനസ്സിലായത്തിടത്താണ് ഞാൻ അതിൽ നിന്ന് ഇറങ്ങി വന്നത്. ഓരോരുത്തർക്കും ഓരോ അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നമുക്ക് എന്താണോ വേണ്ടത് എന്നൊരു പ്രോപ്പർ ഒരു ഐഡിയ നമുക്ക് വേണം. ഇന്ന കാര്യങ്ങളാണ് അത് കിട്ടുന്നുണ്ടോ? നമുക്ക് വളരെ മാന്യമായി സംസാരിച്ച് അതിൽ നിന്ന് ഇറങ്ങി വരിക. ഡെഫിനറ്റ്ലി ലൈഫ് വിൽ ഗിവ് യു എ സെക്കൻഡ് ചാൻസ്. ബാക്കി ഒന്നും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ കാരണം ഒരു പർട്ടിക്കുലർ ഒരാൾക്ക്, വ്യക്തിക്ക് വേണ്ടിയോ ഒക്കെ നമ്മളെല്ലാം കളഞ്ഞു നിൽക്കുന്നിടത്ത് ഫൂളിഷ്നെസ് ആണെന്ന് നമ്മൾ തിരിച്ചറിയാം. കുറച്ചു നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ ലൈഫ് ലോങ് ട്രൈ ചെയ്യുന്നത് ഫൂളിഷ്നെസ് ആണ്. പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കുന്നതും ഫൂളിഷ്നെസ് ആണ്. ട്രൈ ചെയ്യുക. നമുക്കൊരു ലിമിറ്റ് വെക്കുക, ഒരു ടൈം ലൈൻ നമ്മൾ വെക്കുക.
അത് കഴിഞ്ഞിട്ടും ഇത് ഓക്കെ ആവുന്നില്ലെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ്. എന്തോ ഇവിടെ ഒരു കോട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, നമ്മളൊരു റോങ് ട്രെയിനിലാണ് കയറിയത് നമുക്ക് മനസ്സിലായി, ഓരോ സ്റ്റേഷൻ കഴിയുമ്പോൾ ഇരുന്ന് ആലോചിക്കുക, ഇരുന്നിരുന്നിരുന്ന് ഡൽഹിയിൽ എത്തുന്നതിലും നല്ലതല്ലേ നമ്മൾ പാലക്കാട് ഇറങ്ങുന്നത്. അതാണ് കറക്റ്റ് വേ. ഇതൊന്നും ആരുടെയും കുറ്റങ്ങളോ ആരുടെയും തെറ്റുകളോ ഒന്നുമല്ല. ലൈഫ് ഇങ്ങനെയാണ്. ഇതിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കുമ്പോഴാണ് ഈ പ്രശ്നം. കല്യാണം കഴിച്ചോ, ഓക്കെ, ഇഷ്യൂസ് ആണോ, സെപ്പറേറ്റ് ആയോ, ഓക്കെ, ഇറ്റ്സ് നോർമൽ, ജസ്റ്റ് മൂവ് ഓൺ. ഇതിങ്ങനെ ഇതാണ് വലിയ സംഭവം. ഇതില്ലെങ്കിൽ, ഇത് ബ്രേക്കപ്പ് ആയാൽ നിന്റെ ലൈഫ് തീർന്നു, നിന്റെ ഇമേജ് തീർന്നു, എല്ലാ ലൈഫേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കി വെക്കുന്നോടത്താണ് പേടിച്ചിരിക്കുക കുറെ ആൾക്കാർ. ഇവര് പറയുന്നതാണ് ശരി, ഒരിക്കലും അല്ല. പക്ഷെ അതിന് നമുക്കൊരു മണി ബാക്കപ്പ് വേണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞത് ഒന്നും നടക്കില്ല. സോ ദാറ്റ് പേഴ്സൺ ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. നമ്മൾ ഇറങ്ങി വന്നാൽ പിന്നീട് ഒരാൾക്ക് അത് ബാധ്യതയാകുമോ എന്നുള്ളൊരു, അതുകൊണ്ടാണ് ഗേൾ ഷുഡ് ബി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. ഈ ഒരു സമയത്ത് കൗൺസിലിംഗ് പോയതോ മെഡിക്കേഷൻ എടുത്തതോ ഗൗരിനെ വലിയ അധികമായിട്ട് ഹെൽപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ സമയത്ത് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തവരും ഉണ്ട് അല്ലെ. ഒരുപാട് പേര് ഈ ഒരു സമയത്ത് നിന്നത് തന്നെയും അവർ ബാക്ക് ടു ലൈഫിലേക്ക് വന്നതും ചിരിച്ചതും ഒക്കെ അത് ഓരോ വ്യക്തികളുടെ ഇതുപോലെ ആയിരിക്കാം. അവർ ചിലർ കൗൺസിലിങ്ങിന് പോയി, ചിലർ പറയുന്നുണ്ടല്ലോ, സെലിബ്രിറ്റീസ് തന്നെ പറയുന്നവരും ഉണ്ട്. സോ ഗൗരിയുടെ ഒരു ഒപ്പീനിയനിൽ ആക്ച്വലി ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനത്തെ ചില സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ പോകുന്നു, എനിക്ക് തന്നെ എൻ്റെ കൺട്രോൾ പോകണമെന്ന് തോന്നിയാൽ നമ്മൾ ഒരാളുടെ ഒരു ഹെൽപ്പ് എടുക്കുന്നത് തന്നെയാണോ നല്ലത്? ഉറപ്പായിട്ടുമാണ്. എന്നെ സംബന്ധിച്ച് എനിക്കത് ഇതായിട്ട് തോന്നാത്തത്, എത്രയൊക്കെ ഇവര് ചെയ്താലും ദ റീസൺ അവിടെ സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക്. ഞാൻ എത്രയൊക്കെ ഈ തെറാപ്പി ചെയ്താലും എനിക്ക് വേണ്ട സാധനം കിട്ടുന്നില്ല എന്നുള്ളത് അതവിടെ, അതിന് മാറ്റമില്ല. വൺസ് ഞാൻ അത് റിയലൈസ് ചെയ്ത് അത് വേണ്ട എന്ന് വെച്ചെടുത്ത് മെഡിസിൻ പോലും സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഞാൻ ഉറങ്ങുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ഫസ്റ്റ് തിങ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ കണ്ണാടി പോലും നോക്കാൻ ഇഷ്ടമല്ലാതിരുന്ന കുറെ ദിവസങ്ങളുണ്ട്. ബിക്കോസ് ലിറ്ററലി ഐ വാസ് അഗ്ലി, ഐ ഷുഡ് സേ. ഇങ്ങനെ ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കും. ഞാനേ അല്ല, വേറെ ആരോ, ഒരു വിരൂപത എന്ന് പറയാം, എന്താ വിരൂപം അങ്ങനെ പറയാം, അതായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. എനിക്ക് കണ്ണാടി നോക്കാൻ ഇഷ്ടമല്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഒരു ഡ്രസ്സ് ഇടാൻ കോൺഫിഡൻസ് ഇല്ല. ഫസ്റ്റ് ഞാൻ ചെയ്തത് എന്നെ ബാക്ക് ടു മൈ ഷേപ്പ്. അത് റിയലി സ്ട്രോങ് ഗൗരി. ആ വേറൊരാളുമല്ല, സെൽഫ് തന്നെയായിട്ട് എടുത്ത അതൊരു വിൽ പവർ തന്നെയാണ്. വെരി സ്ട്രോങ്. അതെ, എല്ലാരും ചോദിക്കും എങ്ങനെ തിരിച്ചു, എനിക്ക് അത് എല്ലാവർക്കും അങ്ങനെയാ ചേച്ചി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. നമ്മൾ ഡിസൈഡ് ചെയ്യാത്ത തോന്നുന്നില്ല. ഞാനിപ്പോ എത്രയോ പേരോട് സംസാരിക്കുന്നുണ്ട്, ചില ആൾക്കാർക്ക് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് തന്നെ വേണം, അല്ലാതെ അവർക്ക് ഇങ്ങനെ തനിയെ പറ്റുമെന്ന് തോന്നുന്നു. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും ലൈഫില്, അവിടെയാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു അത് കൊച്ചിലേ മുതലേ അങ്ങനെ ശീലിപ്പിക്കുന്നത് കൊണ്ടായിരിക്കാം. എന്നെയൊക്കെ എന്ന് പറഞ്ഞാൽ ആരും ഒന്നും ചെയ്തു തന്നില്ല. ഈവൻ LKG പോലും എനിക്ക് അമ്മ ഒരു ടൈം ടേബിൾ എടുത്ത് തന്നിട്ടില്ല. നിനക്ക് വേണോ നീ എടുത്തോ, അങ്ങനത്തെ ഒരു ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ. അതുകൊണ്ടാവാം ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴും ആരെയും ബ്ലെയിം ചെയ്യാതെ സ്വന്തം തീരുമാനമായിരുന്നു, അത് തെറ്റിപ്പോയി, സ്വാഭാവികം, ആർക്കും തെറ്റുപറ്റാം. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, അച്ഛന്റെ അമ്മയുടെയും തീരുമാനത്തിലല്ല, ദിസ് വാസ് യുവർ ഡിസിഷൻ. അപ്പൊ തിരിച്ചു ചെല്ലുമ്പോ അവരെങ്ങനെ പറയും? എനിക്ക് തോന്നില്ല അവര് അതിനെപ്പറ്റി ഒരിക്കലും അത് പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചിട്ടില്ല. പറ്റുന്നില്ലേ, കം ബാക്ക്, അത്രേ ഉള്ളൂ. വാവ്. പക്ഷെ അതും ലക്കിയാണ് കേട്ടോ. എല്ലാരും അങ്ങനെ ആവണമെന്നില്ല. ചില പാരന്റ്സ് എഗെയിൻ സൊസൈറ്റിനെ പേടിച്ചിട്ടും വീട്ടുകാര്യം റിലേറ്റീവ്സ് എന്ത് പറയുമെന്ന് പേടിച്ചിട്ടും മോളെ നിക്ക്. എനിക്ക് അറിയാവുന്ന 1-2 പേര് ഈ ഒരു ഇഷ്യൂ ഞാനിത് പബ്ലിക് ചെയ്തത്, അപ്പൊ എനിക്ക് കുറെ പേര് എന്റെ ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞു, ഞങ്ങളെല്ലാം ഈ സിറ്റുവേഷനിലാണ്, പക്ഷെ ഞങ്ങൾക്ക് തിരിച്ചു കയറി പോകാൻ പറ്റുന്നില്ല വീട്ടിൽ. അത് ഭയങ്കര റോങ് ആണ് അവർ ചെയ്യുന്നത്. കാരണം അവർക്ക് അതുകൊണ്ടാണ് പലയിടത്തും സൂയിസൈഡ്സ് നടക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ഇല്ലേ? കാരണം അവർക്ക് പോകാൻ ഒരു സ്ഥലമില്ല, നമ്മളെ കേൾക്കാൻ ഒരിടമില്ല. അപ്പൊ അവരുടെ മുമ്പിൽ മരണമാണ് അവർക്ക് ലാസ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നത്. ശരിക്കും അത് ഞാൻ ഇപ്പോഴും ഏതെങ്കിലും ഒരു കുട്ടി ഭർത്താവിന്റെ വീട്ടിൽ സൂയിസൈഡ് ചെയ്താൽ ഞാൻ ഒരിക്കലും ഇൻലോസിനെ കുറ്റം പറയില്ല. ഈ കുട്ടി ഇത്രയും അവിടെ അനുഭവിക്കുന്നുണ്ടെന്നും എനിക്കൊന്നും അങ്ങനെയൊന്നും അനുഭവിക്കേണ്ടെന്ന് വന്നില്ല. നമ്മളില്ലാത്തത് പറഞ്ഞുകൂടാ, അവരാരും നമ്മളെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അതുപോലും ഈ പറഞ്ഞതുപോലെ സഹിച്ച് നിൽക്കുന്നിടത്ത് ഈ പേരൻസ് ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നിടത്ത് എനിക്കത്
എനിക്കത് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ മോളെ വിളിച്ച് കരയുന്നതും അയ്യോ അവരങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു എന്ന്. റീസെന്റ് ഒരു കൊലപാതകത്തിൽ ഒരു അമ്മ പറഞ്ഞതാണ്, എൻ്റെ മോളെ അവർ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അവരെന്ത് സ്ത്രീയാണെന്നാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ മോളെ അവരുടെ ഇടയിലേക്ക് പറഞ്ഞു വിട്ടു. ഉപദ്രവിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു, സ്റ്റിൽ അവരത് കണ്ടോണ്ടിരിക്കുന്നു. ആ മെന്റാലിറ്റി മാറ്റാതെ ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ പെൺകുട്ടികൾ വിചാരിക്കണം അമ്മ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അച്ഛൻ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ, ഇത് എന്റെ ലൈഫ് അല്ലേന്ന് ഒന്നെങ്കിൽ അവര് ചിന്തിക്കുക, ഇല്ലെങ്കിൽ ഇവര് ചിന്തിക്കുക. ഈ രണ്ടിടത്ത് ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ ഇൻലോസിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര റോങ്. അത് ആ സമൂഹത്തിനെ പേടിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ്. അവര് എങ്ങനെ നിന്നാലും നമ്മളെ പറയും. പ്രത്യേകിച്ചും ഇങ്ങനത്തെ ലവ് മാരേജോ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഗൗരി തന്നെ സെൽഫായിട്ട് എടുത്ത ഡിസിഷനാണ് ഇന്നൊരാളെ കല്യാണം കഴിക്കാന്നുള്ളത്. അപ്പം അത് വീട്ടുകാരായിട്ട് ചൂസ് ചെയ്ത് തന്നതല്ല. അപ്പൊ ഞാനായിട്ട് എടുത്ത ഒരു ഡിസിഷൻ വീണ്ടും അത് വീട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് അയ്യോ അത് എങ്ങനെയാ അത് പറയാനുള്ളൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വിഷമമാക്കും എന്നുള്ളതോ ഇതൊക്കെ പേടിച്ചിട്ടായിരിക്കാം ചിലപ്പം സ്വയം ഇങ്ങനെ നീറാൻ നിന്നു കൊടുക്കുന്നത്. പക്ഷെ ആ ഒരു പോയിന്റിൽ ഈ വ്യക്തി അവിടെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തീർന്നുകൊണ്ടിരിക്കുക. നഷ്ടപ്പെട്ടാൽ ചില വ്യക്തികളെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. ലൈഫ് നഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്താണ് ഇവർ ഈ പറയുന്നത്? ആരുടെയൊക്കെയോ ഇഷ്ടത്തിന് നമ്മളുടെ ഇഷ്ടങ്ങളെല്ലാം ഇങ്ങനെ എല്ലാത്തിനും ബെഗ് ചെയ്ത് ഇന്ന് വരുമായിരിക്കും, എന്നെ നാളെ സ്നേഹിക്കുമായിരിക്കും, മറ്റന്നാൾ സ്നേഹിക്കുമായിരിക്കും. ശരിക്കും അവിടെ നമ്മളുടെ ലൈഫ് നമ്മൾ തുലച്ചോണ്ടിരിക്കുകയെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ എല്ലാരും ഇപ്പോഴും ചിലര് വിചാരിക്കുന്നത് എന്നെ സെന്റിമെന്റ്സോട് കൂടിയാണ് നോക്കുന്നത്. ലിറ്ററലി ഞാൻ തീർന്നു, ഇനി എന്റെ ലൈഫിൽ. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോ. അതായത് എനിക്കില്ലാത്ത വിഷമം ഇവർക്ക് എന്താണ്? ഞാൻ എപ്പോഴും പറയും, ഞാൻ ശ്വാസം വലിക്കുന്നല്ലോ, അത് തന്നെ എനിക്ക് വലിയ കാര്യം. ഒരിക്കലും എനിക്കൊരു നഷ്ടം വന്നു എന്ന് എനിക്കൊരു ബോധം ഇതുവരെയും തോന്നിയിട്ടില്ല. ചില സമയത്ത് വിഷമം ഉണ്ടാവും, ബിക്കോസ് നമ്മൾ ഒരുപാട് സ്നേഹിച്ചൊരു വ്യക്തിയാണ്, അദ്ദേഹം ഇനി നമ്മുടേതല്ല എന്നൊരു ചിന്ത വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി വിഷമം ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ കരയാറുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ നോട്ട് എ ഫൂൾ. ആ പെയിൻ അത് ഓക്കെയാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ ആവാനാണ് നോക്കേണ്ടത്. ഇതേപോലെ സ്ട്രോങ് ആവുക, ബോൾഡ് ആവുക, കാര്യങ്ങൾ റിയലൈസ് ചെയ്യുക. അല്ലാതെ വെറുതെ ഇരുന്ന് കേഴ്സ് ചെയ്യുക, കരയുക, നമ്മളെ തന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുക. നോ, ഗൗരി ചെയ്ത റൈറ്റ് ഡിസിഷൻ. ഇതുപോലെ ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ടല്ലോ. അങ്ങനെ നമ്മള് ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാനാണ് പറ്റേണ്ടത്. അത് അദ്ദേഹത്തിനും അത് ഫേസ് ചെയ്യണമെന്ന് ലൈഫിൽ ഉണ്ടായിരിക്കാം, എനിക്കും ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞു, ജസ്റ്റ് മൂവ് ഓൺ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. ലെറ്റ് ഹിം ലിവ് ഹിസ് ലൈഫ് ആസ് ഹി വിഷ്. പക്ഷെ അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിനും ജീവിക്കാം. ബ്യൂട്ടിഫുൾ. അങ്ങനെ ഇപ്പം വളരെ സന്തോഷത്തോടെ ഹെൽത്തി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് സിത്താര ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് പുതിയ വിശേഷം. ഗോഡിന്റെ ബ്ലെസ്സിംഗ്. ഉടനെ തന്നെ റിലീസിന് നിൽക്കുകയാണ് അല്ലെ ഫ്ലവേഴ്സ് ടിവിക്ക് വേണ്ടിയിട്ടുള്ളത്. അതും എഗൈൻ അതിനകത്തെ ക്യാരക്ടർ എന്താ ഒന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും? ഉറപ്പായിട്ടും. ലൈക്ക് ഇതുവരെ ഞാൻ ചെയ്തിരുന്ന ക്യാരക്ടേഴ്സിൽ ഈ പാവം, ഈ പറഞ്ഞതുപോലെ ഭയങ്കര കുലസ്ത്രീ, അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് എനിക്ക് കൂടുതലും. അമൃതയിലത് മാത്രമേ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കുറച്ചൊന്ന് എനിക്ക് ചെയ്യാം. പക്ഷെ പൗർണമി തിങ്കളിൽ ആണെങ്കിൽ കൂടെ എനിക്ക് ഒരുപാട് ഹ്യൂമർ അതിനകത്ത് ചെയ്യാൻ കിട്ടി, റൊമാൻസ് എനിക്ക് ചെയ്യാൻ കിട്ടി. ബാക്കി എല്ലാത്തിലും കരച്ചിലാണ്. പൊതുവെ സീരിയൽസിലെ ഹീറോയിൻസിന് കരച്ചിലാണ്. പക്ഷെ ഈ ഒരു കംബാക്ക് എനിക്ക് അത്രയധികം എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇതിൽ 2 ഹീറോയിൻസ് ആണ്. മൃദുലയാണ് എൻ്റെ കൂടെ ചെയ്യുന്നത്. അപ്പം അവളൊരു പാവം സോ കോൾഡ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. എൻ്റെത് കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ടൈറ്റിൽ ക്യാരക്ടർ. അപ്പൊ അങ്ങനെ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ സീരിയലിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ അതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് ഒരുപാട് ഇതുവരെ ചെയ്തതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട്, മറ്റതൊക്കെ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ഇപ്പം ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു ടെൻഷൻ എനിക്കുണ്ട്, ബിക്കോസ് ഇതുവരെ ചെയ്യാത്ത ഇമോഷൻസ് ആണ്. അതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാറുണ്ട് അങ്ങനെ. പക്ഷെ അതിൽ എനിക്ക് ലൈക്ക് എന്തോ ഭഗവാന്റെ ബ്ലെസ്സിംഗ് ആണ് ഇങ്ങനൊരു കംബാക്ക്. അതുകൊണ്ട് നല്ലൊരു എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? താങ്ക്ഫുൾ ടു ഷിജു അരൂർ സാർ, ഫ്ലവേഴ്സ് ടിവി, എല്ലാവരും. ഇപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ട് ഇനിയിപ്പോ അത് ഉടനെ തന്നെ റിലീസ് ആവട്ടെ. പ്രേക്ഷകരെല്ലാരും പൗർണമീനെ എങ്ങനെയാണോ സ്വീകരിച്ചത് അതിനെക്കാട്ടിലും എല്ലാരും സൂപ്പർ ആയിട്ട് ഈ ഒരു ക്യാരക്ടറിനെ, ഈ ക്യാരക്ടറിന്റെ പേരെന്താ? താരനെ എല്ലാവരും ഈക്വലി സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് വിഷ് ചെയ്യാൻ പ്രാർത്ഥിക്കാം അല്ലേ? താങ്ക് യു. യെസ്. അപ്പോ
നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ എനിക്ക് തോന്നുന്നു ഇന്നും എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും പല ലേഡീസിനും വലിക്കുന്ന അവർക്ക് എന്താ പേടി വരുത്തുന്ന പല പല ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ മുന്നിലും നമ്മുടെ സൊസൈറ്റിയിൽ ഇതുപോലത്തെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് അവരെടുത്ത ഓരോ ഡിസിഷൻസും അവർ ചിരിച്ചുകൊണ്ട് ലൈഫിനെ ഇന്നിപ്പോൾ ഫേസ് ചെയ്യണു. സോ നമുക്കും അങ്ങനെ തന്നെ ആവാം എന്നുള്ളൊരു നല്ല റീസൺ എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യം വരുമ്പോൾ തന്നെ ഇട്ടിട്ട് പോവാന്നുള്ളതല്ല, റോങ് ആയിട്ടല്ല അതിനെ എടുക്കേണ്ടത്. ക്ലിയർ ആയിട്ട് ഈ ഒരു കോൺവെർസേഷൻ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ അപ്പോൾ ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ ഗൗരിയായിട്ട് എനിക്ക് പറ്റിയത് തന്നെ ഞാനിപ്പോൾ ഇരിക്കുന്നത് കോട്ടയത്ത്, ഗൗരി ജനിച്ചു വളർന്ന ഗൗരിയുടെ നാട്ടിൽ അല്ലേ, ഈ കോട്ടയത്ത് ഡാൻ ഓർക്കിഡ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. സോ സോ എന്താ പറയുക, ഈ ഒരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ കുറെ നാളായിട്ട് ഞങ്ങൾ ഗൗരിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഫൈനലി ഇന്നാണ് ഇവിടെ ഈ ഡാൻ ഓർക്കിഡിൽ ഇരുന്നാണ് അതിന് പറ്റിയത്. സോ താങ്ക് യു ഗൗരി. ആൻഡ് ഗൗരിക്ക് ഞങ്ങളുടെ വക മറ്റൊരു ബ്യൂട്ടിഫുൾ സമ്മാനമാണ്. ഇത് ഗാർഡിയൻ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്ന ഒരു സെന്റർ ആണ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ്. ഇതുപോലത്തെ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ തന്നെ ഇവരെയും ഗൗരിക്ക് ആർക്കെങ്കിലും ഒക്കെ ആവശ്യം വന്നാൽ ഇതൊക്കെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇൻഡിവിജ്വലി ട്യൂഷൻസ് കൊടുക്കുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണ് ഇവരുടേത്. അപ്പൊ ഇവരുടെ വക എന്തോ ഒരു ബ്യൂട്ടിഫുൾ സമ്മാനമുണ്ട് ഗൗരിക്ക്. യെസ്, താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോ പോട്ടെ, കാര്യങ്ങളെല്ലാം സൂപ്പറായിട്ട് നടക്കട്ടെ. സോ കീപ് ഗോയിങ്, കീപ് സ്മൈലിംഗ്. ഇതേപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ തന്നതിന് ഒരു ഓപ്പർച്യൂണിറ്റി. കാരണം ഒരുപാട് നാളായി ചന്ദനു നമ്മളെ വിളിക്കുന്നു, പക്ഷെ എനിക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ട് മാറിയിരുന്നു. എനിവേ ഐ എം ഹാപ്പി. നൈസ് ടു മീറ്റ് യു ഓൾസോ. ഞാൻ ചേച്ചിയെ ശരിക്കും ഞങ്ങൾ സ്കൂൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന സമയത്ത് ചേച്ചി അന്ന് ആങ്കർ ചെയ്യുമായിരുന്നല്ലോ ഈ പാട്ടുള്ള പ്രോഗ്രാം, മ്യൂസിക് മൊമെന്റ്സ്. അപ്പൊ അതൊക്കെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഓടി വരുമായിരുന്നു ഇത് കാണാൻ. അപ്പൊ നമുക്ക് അന്ന് ഭയങ്കര ലൈക്ക് അന്നൊന്നും അല്ല ഒരുപോലെ ആട്ടോ ഇരിക്കുന്നത്. ഐ ഷുഡ് സേ ദാറ്റ്. അപ്പൊ ഒരുപാട് സന്തോഷം ചേച്ചിയെ കാണാനും പരിചയപ്പെടാനും പറ്റിയത്. താങ്ക് യു ഗൗരി. താങ്ക് യു സോ മച്ച് കേട്ടോ. സോ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. യെസ്, താങ്ക് യു. താങ്ക് യു.